둘, 셋, 칸! 안녕하세요, 방탄소년단입니다. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഇല്ലടി, ഞാനിനി അവൾമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാം. എന്തിനാ, ആ കൂടെ നിൽക്കുന്ന ഒരുത്തരുണ്ടല്ലോ, അവൻ്റെ പേരെന്തായിരുന്നു, നവി. അവനെയും കൂടി ഞാൻ പിടിച്ചങ്ങ് ഉമ്മ നോക്കാം. അപ്പം നിനക്ക് സന്തോഷമാവുമല്ലോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇനി അവരെന്ത് ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കുമെന്ന് ദൈവത്തിനറിയാം. തല പോകുന്ന കേസ് കേട്ടൊന്നും അല്ലല്ലോ. നമ്മളും മനുഷ്യരാ, അവരും മനുഷ്യരാ. അപ്പം രണ്ടുപേർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അവര്. അവനിപ്പോൾ എത്ര വലിയ കൊമ്പനാണെങ്കിലും എനിക്കത് വിഷയമുള്ള കാര്യമല്ല. എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് നേരെ ആര് നിന്നാലും ഞാൻ പ്രതികരിക്കും. ഞാനങ്ങനെ കുറ്റാക്കി പറഞ്ഞതല്ല, എനിക്കുള്ളിലെ പേടിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. നീ ചെന്ന് ഫ്രഷായിട്ട് വാ, നമുക്കിന്ന് ഇവിടെ കിടക്കാം. അയ്യോ, അത് വേണ്ട. ആ ലിസയൊക്കെ എന്നെ വല്ലതും പറയും. ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞ് വന്നതാ. എനിക്ക് നീ ഇല്ലെങ്കിൽ ഉറക്കം വരികയില്ല. അപ്പോൾ കല്യാണത്തിന് മുമ്പോ, അത് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് കിടക്കാൻ തുടങ്ങിയത്? പാസ്റ്റ് ഈസ് എ പാസ്റ്റ്. പ്രസൻറ്റിൽ എനിക്ക് നീ തന്നെ പ്രസൻ്റ് ആയിരിക്കണം. അതെനിക്കൊന്ന് ആലോചിക്കേണ്ടതിരിക്കുന്നു. അവൾമാർ ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ കൊല്ലും. എന്നോട് എടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെയാണോ കിടക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങ് വരാമെന്ന്. എന്താണേലും നിൻ്റെ കോളേജ് ട്രിപ്പല്ലേ, ഞാനായിട്ട് സ്പോയിൽ ചെയ്യുന്നില്ല. പോയിക്കോ. അത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൊന്നു മോളെ പോയിക്കോ. എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്ത് പണി? അതും ഈ രാത്രി? അത് ജോലിയായിട്ട് ബന്ധപ്പെട്ടതാ കുഞ്ഞെ. നീ അതറിയേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്തായാലും പോയി അവരുടെ കൂടെ കിടന്നു. ശരി ശരി. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നാൻസി. ഇതെന്തൊക്കെയാണ് നടക്കുന്നേ? ഞാനാകെ ഷോക്കായിട്ട് പണ്ടാരടങ്ങിയിരിക്കുക. ഇതെന്തൊക്കെയാണ് നടക്കുന്നേ? അവളുടെ കല്യാണം കഴിഞ്ഞെന്ന്. ഓ മൈ ഗോഡ്, അവൾക്കെങ്ങനെ തേസാറിനെ പോലെ ഒരു നല്ല ആളെ കിട്ടി? മാത്രല്ല, അങ്ങനെ പറഞ്ഞു പോലും ഞാൻ കേട്ടില്ലല്ലോ ഇവളുടെ കല്യാണക്കാരിയൊന്നും. മേ ബി സീക്രട്ടായിട്ട് നടത്തിയതായിരിക്കും. എന്നാലും ഇത് ഒരുമാതിരി. ഇപ്പം അവരുടെ കല്യാണക്കാരി അറിഞ്ഞതൊരു നല്ലതിനാ. എനിക്ക് എന്തേലും ചെയ്യുമ്പോൾ ഇനി ഇതും കൂടെ നോക്കാലോ. മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞത് എന്തായാലും അവൾ മറച്ചു വെച്ചതിന് പിന്നിലൊരു കാര്യം എന്തായാലും ഉണ്ടാവും, നിനക്കറിയാലോ. അത് മേ ബി അവരുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ ബാധിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. സോ ഇനി നമുക്കത് വെച്ച് കുറച്ച് കളി കളിക്കാനുണ്ട്. എന്തേലും അതൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഈ ടൂർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ അവൾക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും. എന്നുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മാത്രം മതി. കുക്കി, ഇവനെയും നന്നായിട്ട് സൂക്ഷിക്കണം. എന്തായാലും നിങ്ങളുടെ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് അവനെന്തായാലും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. അതെനിക്കറിയാം. പക്ഷേ ഈ തേച്ചാൻ ഒറ്റ പേടിയില്ല. പുള്ളി ചുമ്മാ ഒരുമാതിരി സാമട്ടയല്ല. പുള്ളി ഒരു പുരുഷനല്ലേടി, അതിൻ്റെ പൗരുഷം കാണിക്കണ്ടേ? അവനിനി എന്താ ഒപ്പിക്കുന്നതെന്ന് കണ്ടറിയാം. എന്തൊപ്പിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെതിരെ പോരാടും. അതിലൊരു മാറ്റമില്ല. എനിക്ക് പേടിയൊന്നുമില്ലടി. എന്നാലും എന്താണെന്നറിയത്തില്ലല്ലോ, അതിൻ്റെ ഒരു മനസ്സിലാകും. പക്ഷെ നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. നാളത്തെ കാര്യം നാളെ, അത്രേ ഉള്ളൂ. എൻ്റെ കൈ കിട്ടുന്നതിന് മുമ്പ് അവൾ അവൻ്റെ സ്വന്തമായല്ലോ. അങ്ങനെയാവാൻ പാടില്ലായിരുന്നു. അവൾ ആദ്യം എനിക്ക് തന്നെ വേണമായിരുന്നു. കെട്ടിയിട്ട് തന്നെ ഗ്ലാമറിനൊരു കുറവില്ലല്ലോ അവൾക്ക്. പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ്റെ യോഗം. എന്താണ് സാറേ തന്നെ ഒരു സംസാരമൊക്കെ?
ഓ, മായ മിസ്സായിരുന്നു. എന്താ? ആ, ഞാൻ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ ടെറസിലേക്കുള്ള ബോർഡ് കണ്ടു. പിന്നെ ഞാനത് നോക്കിയില്ല, ഇങ്ങോട്ടേക്ക് പോന്നു. ഞാൻ വെറുതെ ഇവിടെ കാഴ്ചയൊക്കെ കണ്ട് നിന്നതാ. പിന്നെ അറിഞ്ഞില്ലേ ഇച്ചിരി മുമ്പ് നടന്ന ഇൻസിഡൻറ്റിനെ പറ്റി? ആ, എന്നോട് നാൻസി പറഞ്ഞായിരുന്നു. എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ മായ അങ്ങനെ ഒരു വർത്താനം? ടിവിൻ സാർ അത്ര കോൺഫിഡൻസോടു കൂടി മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം നിങ്ങൾക്കൊന്ന് കയറി നോക്കാൻ പാടില്ലായിരുന്നോ? എനിക്കറിയാവുന്നിടത്തോളം ഒരിക്കലും കള്ളം പറയില്ലെന്നാണ് എല്ലാവരും പറയുന്നതും, അതുപോലെ തന്നെ നാൻസിയും അവൾമാരൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് എനിക്ക് പക്ഷെ തോന്നുന്നില്ല അതവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിൽ. അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം നാൻസി അയ്യറിനും പറഞ്ഞായിരുന്നു ഇതിനു മുമ്പും അവർ ഒരുമിച്ച് വരുന്നതും പോകുന്നതും കാണാറുണ്ടെന്ന്. അപ്പോഴൊന്നും അവർക്ക് ഇതുപോലൊരു സംശയം വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു കപ്പിൾസിനെ പോലെയല്ല പെരുമാറിയത്. പക്ഷേ ഇന്നത്തെ ഇൻസിഡൻറ്റോട് കൂടി എല്ലാം കൺഫേമായി. എനിക്കിതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അതെന്താ? തനിക്കൊരു കാര്യം അറിയോ? ഈ തെങ്ങിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ടാണ് ഞാൻ അവൻ എവിടെ പോയാലും അവിടേക്ക് തന്നെ ട്രാൻസ്ഫർ മേടിച്ച് വരുന്നത്. അവൻ ഇങ്ങോട്ട് വന്നപ്പം ഞാനും ഇങ്ങോട്ട് വന്നു. ബട്ട് സ്റ്റിൽ അവൻ എന്നോടൊരു ഇഷ്ടമില്ല. ഓ, അപ്പം നിങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാൾ? ആ, ഒരുമിച്ച. പക്ഷെ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഞങ്ങളുടെ പഴയ കോളേജിൽ പോലും അവൻ്റെ കല്യാണക്കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇത് തികച്ചൊരു എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. കോളേജിലും ആർക്കും ഈ മാരേജിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞപ്പോഴെല്ലാവരും അറിയുന്നത്. എനിക്കും അങ്ങനെ കറക്റ്റ് കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒരു പിടിയില്ല. എന്തോ സംതിങ് ഇവർക്കിടയിലുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു സമയം വരും. പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിൽ അവനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടമാകുമല്ലോ നോക്കും ഒരു സങ്കടം. നീ പേടിക്കേണ്ട മായ, അതൊരിക്കലും നഷ്ടമാവാനൊന്നും പോകുന്നില്ല. അവൾ എൻ്റെ അജിയ. വാട്ട്? നിനക്കവളോട്? അങ്ങനെ എനിക്ക് അവളെ കല്യാണം കഴിച്ചെൻ്റെ കൂടെ പൊറപ്പിക്കണമെന്നൊന്നുമില്ല. കിട്ടിയാൽ കൊള്ളാം. 1-2 തവണ ഒന്ന് കൂടെ കിടത്തി നോക്കാമല്ലോ. അപ്പം നിന്റെ മൈൻഡിൽ ഇതൊക്കെയായിരുന്നല്ലേ? നല്ലതാ. അവളെ കണ്ട ഒന്ന് ആഗ്രഹിച്ചു പോകാത്തത് ആരാ ഉള്ളത്? അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്, ഞാനും സപ്പോർട്ടിനുണ്ടാവും. ശരി. ഹായ് ലിസ ബോയ്, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? കയറുന്നില്ല അകത്ത്? കുക്കി, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. കുക്കി, അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ കളിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പിറകിൽ ഒരു സംഭവമുണ്ട്. എന്താടി നീ കാര്യം പറ. അത് പറഞ്ഞാലല്ലേ അതെങ്ങനെയെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കുക്കി, നിൻ്റെ കുറേ എഡിറ്റഡ് പിക്സ്, മോർഫ് ചെയ്ത ഫോട്ടോസ് എല്ലാം നമ്മുടെ കോളേജിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെല്ലാവരും ഇപ്പം ഷെയർ ചെയ്ത് അത് നോട്ടീസ് ബോർഡിലൊക്കെ എടുത്തിട്ടേക്കുന്നു. വാട്ട്? നീ പേടിക്കണ്ട മോളെ, പ്രശ്നമൊന്നുമില്ല. അത് എഡിറ്റഡ് പിക്കാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. കുക്കി, നീ സാവധാനപ്പെട്. ഞാനൊന്ന് പറയട്ടെ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാം. നീ ആദ്യം നടന്ന്. ഈ ചെറ്റത്തരം കാണിച്ചതാരാ? അത് അവനാണേലും അവളാണേലും എൻ്റെ കയ്യിൽ കിട്ടുന്ന അന്ന് അവൻ്റെ അന്ത്യമായിരിക്കും. നിൻ്റെയൊക്കെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ മേത്തല്ല, അതിന് സ്വന്തം വീട്ടിലേതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ടുവന്നു. അല്ലാണ്ട് എൻ്റെ ഭാര്യയുടെ മെക്കിട്ട് കയറാൻ വന്ന എല്ലാത്തിനും ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. ഒരു വാണിംഗ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നതായിരുന്നു.
ഇതാരാണ് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിച്ച അവനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അതിപ്പം അവനാണേലും അവളാണേലും. എനിക്ക് ആരെയും പേടിയില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവുമാണ്. അവരെ നോവിക്കുന്ന എന്ത് വന്നാലും ഞാൻ പ്രതികരിക്കും. ലിസ, കൂക്കി എവിടെ? സാർ അവിടെ ക്ലാസ്സിൽ ഇരിക്കുക. കൂക്കി, നീ എന്താ കരയുന്നേ? ചായ, എൻ്റെ ഫോട്ടോ. കൂക്കി, ആ നിൻ്റെ ഫോട്ടോയാണോ? നിൻ്റെ മുഖം വെട്ടിക്കയറ്റി ഏതെങ്കിലും ഒരുത്തിയുടെ മേത്ത് കൊണ്ട് വെച്ചത് നീ ആവുമോ? ചായ, ആ ഫോട്ടോ നിൻ്റെയല്ല. അത് ബൈ മിസ്റ്റേക്കൻ നീയായിട്ട് നിൻ്റെ കയ്യിൽ നിന്ന് പോയതുമല്ല. പിന്നെ എന്തിനു നീ ഈ കാര്യത്തിനൊക്കെ പേടിക്കണം? പേടിയല്ലേ ചായ, ഞാൻ നാണം കെട്ടില്ല എല്ലാവരുടെ മുമ്പിൽ. നിർത്ത് കൂക്കി. ഈ സമയത്ത് നീ ഇങ്ങനെയുള്ള തോട്ട്സ് അല്ല വേണ്ടത്. നമ്മൾ ബോൾഡായിരിക്കണം. ഇത് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത സ്ഥിതിക്ക് നമ്മളെപ്പോഴും ബോൾഡായിരിക്കണം. കണ്ട കഴിവേറുകളൊക്കെ ഓരോന്ന് പടച്ചു വിടുന്നത് കണ്ട് പേടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ബി ബോൾഡ്. ഞാൻ ബോൾഡായി ചായ. പക്ഷേ ഒരു പെണ്ണിനെ സെക്ഷലൈസ് ചെയ്ത് ഓരോന്ന് സംസാരിക്കുമ്പോഴും കാണുമ്പോഴും അത് ശരിക്കും. കുക്കി, എനിക്ക് നിന്നെ അറിയാം. നിൻ്റെ ബോഡി എങ്ങനെയാണെന്നറിയാം. എനിക്ക് കണ്ട ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസ് കണ്ട് അത് നീയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അത്രയും മാത്രം ഞാൻ പൊട്ടനൊന്നുമല്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നീ എന്നെയും നമ്മുടെ ഫാമിലിയുടെയും കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നടക്കുന്ന ഒരു കാര്യവും നിൻ്റെ മൈൻഡിലൂടെ പോകണ്ട. ആ കാര്യമൊക്കെ ഞാൻ ഏറ്റോളാം. നീ മര്യാദയ്ക്ക് കണ്ണൊക്കെ തുടച്ച് നല്ല ബോൾഡായിട്ടിരുന്നേ. വെറുതെ പേടിക്കുന്ന എന്നെ കാണിക്കാനാ? അവറ്റകളെ പോലുള്ളവർക്ക് മറിഞ്ഞിരുന്നവരൊന്നും ചെയ്യാനല്ലേ പറ്റുള്ളൂ. നേരെ വരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതിന് കുറച്ച് ആണത്തം വേണം. അതിപ്പോൾ പെണ്ണാണെങ്കിൽ അവൾക്ക് ഞാൻ പറയുന്നില്ല. നീ ലിസയുടെ അടുത്തേയില്ല, അവൾ പുറത്ത് കാണും. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ഇനി പോയിക്കോ. എല്ലാം മൈൻഡ് ചെയ്ത് മാറ്റിക്കോ. ശരി. ഇതെന്തായാലും ആ നവീൻ്റെ കളി തന്നെയാണ്. അവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. എന്തേലും ഒന്ന് ചെയ്തേ പറ്റൂ. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയടാ മോനെ. കോളേജിലൊരുത്തനുണ്ട്, പ്രൊഫസർ നവി. എൻ്റെ കൊളീഗൊക്കെ തന്നെ. പക്ഷേ ആളുടെ സ്വഭാവം അത്ര ശരിയല്ല. എന്താ മോനെ, എന്തെങ്കിലും വള്ളിയാണോ? ആ ഏട്ടാ, ചെറുതായിട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലുത് തന്നെയാണ് കാര്യം. എന്താണ് ഇഷ്യൂ? നീ കാര്യം പറ. അവന് കൂക്കിന് ഒരു നോട്ടമുണ്ട്. നോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് മനസ്സിലാക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അവളെ ഒരു വല്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഇത് പണ്ട് തൊട്ടുള്ളതാണെന്നാണ് അവളുടെ ഫ്രണ്ട്സും എല്ലാം പറയുന്നത്. അവളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുക. പക്ഷേ ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പ്രശ്നമൊക്കെ മാറി തുടങ്ങി. ലൈക്ക് ഇന്ന് കോളേജിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കൂക്കിയുടെ കുറേ മോർഫ് ചെയ്ത ഫോട്ടോസൊക്കെ വെച്ച് അവരെ കുറച്ച് കളിച്ചു. ആ സ്പോട്ടിൽ എനിക്ക് അവനെ തീർക്കാൻ തോന്നിയതാണ്. പിന്നെ ഏട്ടനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ആ നവീൻ്റെ കേസ് അറിയാടാ. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. കൂക്കി ഇത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അത്രേ. അന്ന് പിന്നെ അവൾ കൂക്കി പറഞ്ഞത് പുള്ളി കോളേജിലില്ല എന്നൊക്കെയാണ്. അവൻ ഈ ഇടയ്ക്ക് എങ്ങണ്ടല്ലേ വന്നത്? ആ ഏട്ടാ, ഈ ഇടയ്ക്കാണ് വന്നത്. നീ പ്രശ്നം വഷളാകുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ അവൻ്റെ ഒപ്പം കുറച്ച് 2-3 പെണ്ണുങ്ങളും ഉണ്ട്. അവന്മാരെ ഒന്ന് പിടിച്ചെന്ന് അലക്കാൻ എനിക്ക് തോന്നിയതാണ്. പിന്നെ പെണ്ണാണ് വർഗം, കേസ് വേറെ രീതിക്ക് പോകും. നീ ഒന്ന് എടുത്ത് ചാടി ചെയ്യല്ലേ. ഇതൊക്കെ വലിയ പ്രശ്നത്തിലോട്ട് പോകും. നമുക്കൊക്കെ സൊല്യൂഷൻ ഉണ്ടല്ലോ എല്ലാത്തിനും, നമുക്ക് ചെയ്യാം. ആ ഏട്ടാ, ഏട്ടത്തെയും കൊച്ചും എന്തേ? 2 ആളും ഉറങ്ങുക. അമ്മയുടെ തന്നെ അല്ലേ മോള്. 2 പേരും പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. ആ ശരി എന്നാൽ.
എന്താണ് ഇന്ന് ഗഗനമായ ആലോചനയിലാണല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല മോളെ, ഞാൻ വെറുതെ ഇനി ഇരുന്ന് പോയതാ. എന്തേ, നാളെ വല്ല ലീവ് എടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഓ, ലീവൊന്നും അല്ല. എന്നാ പോയി കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ ലൈറ്റ് വിട്ട് മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട്. ഈ 10 മണിക്ക് നീ കിടന്നുറങ്ങാൻ പോവാണ്? നിനക്ക് പഠിക്കാനൊന്നുമില്ല കൊച്ചേ? പിന്നെ എക്സാം ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പയ്യെ പഠിച്ചാൽ മതി. ഞാനൊക്കെ എക്സാമിൻ്റെ തലേന്ന് പഠിച്ച് ജയിക്കുന്ന ആളാണ്. കുക്കി ചുമ്മായിരിക്കെ. എക്സാമിൻ്റെ തലേന്നൊന്നും പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറില്ല കേട്ടോ. കയറുന്നിടത്തോളം കയറിയാൽ മതി. ഓ, എന്നൊന്നും പഠിച്ചിട്ട് എന്നാ കിട്ടാനാ? നീ നാളെ ക്ലാസ്സിലോട്ട് വാട്ടോ, ഞാൻ ശരിയാക്കി തരാം. പിന്നെന്താ, ഇപ്പം കയറി കിടന്നുറങ്ങാൻ നോക്കിക്കേ. സാറേ നോക്കിക്കേ, ആരാ വരുന്നതെന്ന്. ഭാര്യയും ഭർത്താവും ഇന്ന് ഒരുമിച്ചാണല്ലോ. ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്നും ഒരുമിച്ചാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും. അവർ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലേ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, കെവിൻ്റെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള സംസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് ഇവരിത്ര സീക്രട്ടായിട്ട് വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ അവൾക്ക് അത്ര ഏജും ഇല്ലല്ലോ. അവൾ എന്നിൽ നിന്ന് ചാടാൻ വേണ്ടി നോക്കിയതാ, അല്ലാതെ എന്ത്. അതെന്താ? അവൾക്കറിയാം, അവൾ ഇനി സിംഗിളായിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവളെ പൊക്കിക്കൊണ്ട് പോകുന്ന. ഇതാകുമ്പോൾ അവളെ നോക്കാനൊരു കണ്ണും കൂടി ഉണ്ടല്ലോ. അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കണം. എനിക്ക് കിട്ടാത്ത ഒന്നും അവൾക്കും കിട്ടണ്ട. ആ കാര്യം ഞാനേറ്റു. ഇതെനിക്ക് പണ്ട് തൊട്ടുള്ള വാശിയാണ്. ഇപ്പം അതിന് കുറച്ചും കൂടെ ആഴം കൂടിയെന്നേ ഉള്ളൂ. എന്തേലും പ്ലാൻ കണ്ടുവച്ചിട്ടാണോ? അതൊക്കെ ഉണ്ട്, കണ്ടു. പക്ഷേ അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. നമുക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? എന്തേലും? അതിന് നമുക്ക് കുറച്ച് സ്പോട്ടിൻ്റെ ആവശ്യമുണ്ട്. ഐ മീൻ, നമുക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടി ഒരു പ്ലേസ് വേണ്ടേ? അതെനിക്ക് ഇപ്പോൾ പറ്റത്തില്ല. സോ മേ ബി വിത്തിൻ 1 month or 2 months എല്ലാം സെറ്റാവും. എന്താണേലും സെറ്റായാൽ മതി, ബാക്കി കാര്യമൊക്കെ അറിയാലോ. അവൾ വന്നിട്ട് എത്ര നാളായി കോളേജിൽ? ഐ തിങ്ക് മോർ ദാൻ 2 weeks. ഞാനും അത് ശ്രദ്ധിച്ചു. മേ ബി എന്തേലും. സാർ, അത് ലിസയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഐ തിങ്ക് അവൾ പ്രഗ്നൻ്റ് ആണ്. ഓ ഷീറ്റ്, അവൾ പ്രഗ്നൻ്റ് ആണോ? ഞാൻ ക്ലാസ്സിൽ അവൾമാരുടെ സംസാരം ഞാൻ കേട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവൾ ലീവ് എടുത്തേക്കുന്നതെന്ന്. ഓ, അങ്ങനെയാണോ അപ്പോൾ കാര്യങ്ങൾ? മായ, നമ്മുടെ പ്ലാനിൻ്റെ സമയമായി കഴിഞ്ഞു. എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ നല്ല കുഞ്ഞല്ലേ, ഇതൊന്നും കഴിച്ച എൻ്റെ കൊച്ചേ. എൻ്റെ മമ്മി ഈ കണ്ടുകൊണ്ടാതെല്ലാം തിന്നിട്ട് ഞാനുണ്ടല്ലോ ചക്കപ്പോത്തിന് കൂട്ടാവും. ഇതൊക്കെ ഉണ്ടല്ലോ ആയുസിലൊരിക്കലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര വാരി വലിച്ചു നിന്ന് നീ മരിച്ചു പോകും കേട്ടോ. അതൊന്നും സാരമില്ല, നീ ഇത് കഴിക്കാൻ നോക്കിയേ. എൻ്റെ കുക്കി, നീ അമ്മ പറയുന്നൊന്ന് അംഗീകരിച്ച് കൊടുക്ക്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതൊക്കെ തന്നെയായിരുന്നു. കുറേ അനുഭവിച്ചതാ. എന്താടി നിനക്ക് എന്നെ ഒരു കുറ്റം പറച്ചിൽ? ഞാനുള്ളത് കൊണ്ട് നീയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോന്നു. എത്രയോ വീട്ടിൽ മക്കളിതൊക്കെ കഷ്ടപ്പെട്ട് അവർ തന്നെ ഫുഡും ഉണ്ടാക്കി പാത്രവും കഴുകി അടിച്ച് വാരി. അപ്പം നിനക്കൊക്കെ സുഖം കിട്ടിയപ്പോൾ നിങ്ങൾക്കൊക്കെ അത് പറ്റുന്നില്ല. എൻ്റെ പൊന്നോ, ഞാനൊന്നും പറയുന്നില്ലേ. എന്താണ് രാവിലെ തന്നെ അമ്മയും മക്കളും തമ്മിൽ അടിയാണോ? ഇവിടുമാർക്കൊന്നും പറ്റുന്നില്ല. ഫുഡ് കൊടുക്കാൻ നേരത്ത് പറയണത് അമ്മയുടെ കുഴപ്പമാണ്. കഴിക്കാൻ നോക്ക് കൊച്ചേ, ആരോഗ്യം വേണ്ടേ? ഒന്നാമതാ പെണ്ണ് ആകെ ഇച്ചിരിയേ ഉള്ളൂ. ചെസ് നമ്പർ 2 എത്തിയല്ലോ. അല്ല, തേ എവിടെ? അവൻ പോയോ? തേച്ചാനൊരു ക്യാമ്പുണ്ട്, അപ്പം ഇന്ന് അങ്ങോട്ടേക്ക് പോകും. 2 ദിവസത്തെ ക്യാമ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ വരുള്ളൂ. പുള്ളി അതിനുള്ള പാക്കിങ് ഇല്ല. അത് ഞാൻ മറന്നുപോയി. അവൻ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സാധനം ഒഴിച്ചിട്ടേ പോവുള്ളൂ. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. അമ്മ ചെന്ന് നോക്ക്.
എടുത്തേ, എല്ലാം എടുത്ത് വെച്ചോടാ. ആ അമ്മ, 2 ദിവസത്തെ പോക്കല്ലേ, അതിനിതൊക്കെ ധാരാളം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് വിളിച്ചേക്കരുത്. എല്ലാം നോക്കി കണ്ടു എടുത്തോണ്ട് പോക്കോ. പിന്നെ അമ്മ, കുക്കിനെ നാളെ ഒന്ന് കോളേജ് വരെ കൊണ്ടുപോകണം. അവളുടെ ലീവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ അവൾക്ക് ലീവ് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് വരും. ആടാ, ഞാൻ പറഞ്ഞേക്കാം. ശരി അമ്മ. കുക്കി, ഞാൻ ഇറങ്ങുവാണേ. ഫുഡൊക്കെ മര്യാദയ്ക്ക് കഴിച്ചോണം. ഞാൻ ഏറ്റു. പിന്നെ കുക്കി, കോളേജ് വരെ പോകണം. നിൻ്റെ ലീവിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കാനുണ്ട്. എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞായിരുന്നു. ഞാൻ പോയിക്കോളാം. ഞാൻ ലിസിയോട് പറഞ്ഞായിരുന്നു ഞാനിന്ന് വരുമെന്ന്. ആണോ? എന്നാൽ ശരി, ഞാൻ ഇറങ്ങുവാണേ. Right there on top of the moon, we could sit and do nothing. I wish we were bold to just fly away. I don't wanna care, just be here and I'm good alone. I'll be okay, miss you like an old friend. Too scared now, thinking I should call up. അമ്മ, ഞാൻ കോളേജിലോട്ട് ഇറങ്ങുവാണേ. എടി പെണ്ണെ, നിൽക്ക്, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വരും കൂടെ. എൻ്റെ പൊന്നോ വേണ്ട, ആ പെണ്ണുങ്ങളെന്നെ നോക്കി അവിടെ നിൽപ്പുണ്ടായിരിക്കും. എന്നാലും കുക്കി, നീ ഈ സമയത്ത് അതൊന്നും കുഴപ്പമില്ല. ഞാൻ പോയിട്ട് ഇപ്പം അങ്ങ് വന്നേക്കാം. സൂക്ഷിച്ചു പോണേ. ശരി. കുക്കി വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം എത്രയായി? ഇതുവരെ ആ പെണ്ണിവിടെ എത്തിയില്ലല്ലോ. ചിലപ്പോൾ എനിക്ക് അവളെ കൊണ്ടേ വിടുമായിരിക്കും. അതായിരിക്കും ലേറ്റ് ആവുന്നത്. ആടി, മേ ബി അതായിരിക്കും. എന്തായാലും അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവളെ തന്നെ വിടാൻ ചാൻസ് ഒന്നുമില്ല. ആടി, അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്നാമത് അവളെ വിളിക്കാതിരിക്കുന്നത് ഭയങ്കര ടെൻഷനാണ്. നീ ഒന്ന് ജിനി ആൻറ്റീനെ ഒന്ന് വിളിച്ച് നോക്കിയേ, അല്ലെ ഹോബാമേനെ ആണെങ്കിലും ഒന്ന് വിളിച്ച് നോക്കിക്കേ. ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ.